ഒരുപാട് സന്തോഷവും അഭിമാനമുണ്ട്. നേപ്പാളി സ്വദേശിനിയായ 21 വയസ്സുള്ള പെൺകുട്ടിക്ക് ഇന്ന് ഇവിടെ ഹൃദയമാറ്റ ശസ്ത്രക്രിയ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. ഇതൊരുപാട് ഇതിൻ്റെ വഴിത്താരകൾ ഒരുപാട് ദുർഘടം പിടിച്ചതായിരുന്നു. കാരണം ഇവർ ഒരു അപൂർവ രോഗത്താൽ ദുരിതം അനുഭവിക്കുന്നൊരു പെൺകുട്ടിയാണ്. ഡാനൻസ് ഡിസീസ്, അത് കാർഡിയക് സാർക്കോയിഡോസിസ് എന്ന് പറയുന്ന കണ്ടീഷനാണ്. ഇവരുടെ അമ്മയും മൂത്ത സഹോദരി ഇതേ അസുഖം കാരണം മരണപ്പെടുകയുണ്ടായി. പിന്നെ ശേഷിക്കുന്ന ഒരു സഹോദരൻ മാത്രമേ ഉള്ളൂ. നേപ്പാളിലൊരു അനാഥാലയത്തിനാണ് ഒരു വളർന്നത്. ഞങ്ങൾ ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ പ്രഖ്യാപിച്ച ശേഷം ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന കേസാണിത്. ഇവർക്ക് വിദേശവനിത ആയതുകൊണ്ട് തന്നെ ഇവിടെ ഹൃദയമാറ്റ ശസ്ത്രക്രിയക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. കാരണം നിയമപരമായ പ്രയോറിറ്റിയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. കഴിഞ്ഞ ഈ ഡിസംബറിൽ ഇവർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഹൈക്കോടതിയുടെ വളരെ ആശാവഹമായ വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു ഉത്തരവുണ്ടായിരുന്നു. കേസോട്ടേക്ക് ഒരു ഉത്തരവ് നൽകിയിരുന്നു, ഒരു പ്രയോറിറ്റി കൊടുക്കണമെന്ന്. കാരണം ഇതുവരെ മൂത്ത സഹോദരി മരണപ്പെടുന്നത് 24-ാമത്തെ വയസ്സിലാണ് മരണപ്പെടുന്നത്. ഇതേ അസുഖം കാരണം ഒരു പാരമ്പര്യ രോഗമാണ്. അതായത് ഒരു 2 പ്രാവശ്യത്തിനിടെ ഈ ആശുപത്രി അഡ്മിറ്റ് ചെയ്തിരുന്നു. കഴിഞ്ഞ ഡിസംബറിലാണ് ഈ ആശുപത്രിയിൽ ഈ വനിത ചികിത്സയ്ക്കായി എത്തുന്നത്. നേപ്പാളിൽ ചികിത്സ അപര്യാപ്തമായതുകൊണ്ട് ഈ കേരളത്തിലേക്ക് വരികയാണ് ഉണ്ടായത്. ധാരാളം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സാ ചിലവ് താങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് നമ്മൾ ആശുപത്രി എത്തുന്നത്. ഇവിടെ കാർഡിയോളജി വിഭാഗത്തിലാണ് അത് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. കാർഡിയോളജി വിഭാഗത്തിലാണ് പിന്നെ ഇത് ഹൃദയമാറ്റ ശസ്ത്രക്രിയയാണ് ഇതിൻ്റെ ഏറ്റവും ഫലപ്രദമായ പ്രതിവിധി എന്നുള്ള നിലയിൽ കാർഡിയോതൊറാസിക് സർജറിയിലേക്ക് റെഫർ ചെയ്യാണ് ഉണ്ടായത്. അങ്ങനെ ടീം ഓഫ് ഡോക്ടേഴ്സ് ഉണ്ട്. ഡോക്ടർ ജോർജ് വാളൂരാൻ, പിന്നീട് ജിയോ പോൾ, ഡോക്ടർ രാഹുൽ, അങ്ങനെയുള്ള ഡോക്ടർമാരുടെ ഒരു ക്രിയാത്മകമായ ഇടപെടലാണ് ഇതിനകത്ത് ഉണ്ടായിരിക്കുന്നത്. ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ റീബിൽഡിങ് ചെയ്യുന്ന ഒരുപാട് നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരു 1.5 കോടി രൂപയിലധികം ആയിട്ടുള്ള ഉപകരണങ്ങൾ സ്കോളർഷിപ്പിലൂടെയും HDS ഫണ്ടിലൂടെയും സമാഹരിച്ചിട്ടുണ്ട്. അത്തരത്തിൽ നമ്മൾ സജ്ജമായിരുന്നു, ഡിപ്പാർട്ട്മെൻറ്റ് സജ്ജമായിരുന്നു, ഹൃദയമാറ്റ ശസ്ത്രക്രിയ സജ്ജമായിരുന്നു. പക്ഷേ ഈ നിയമ തടസ്സം മൂലം നീണ്ടുപോയതാണ്. 1 വർഷം ആവുന്ന ഇവരോട് രജിസ്റ്റർ ചെയ്തിട്ട് വളരെ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. അതിൻ്റേതായ ചെറിയ പിരിമുറുക്കം ഉണ്ട് അതിനകത്തുള്ളത്. കാരണം ആദ്യമായിട്ട് ഇന്ത്യയിൽ ഭാരതത്തിൽ ആദ്യമായിട്ട് ഒരു ജനറൽ ആശുപത്രി തരത്തിലുള്ള ഒരു ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. ഈ എറണാകുളം ജില്ലാശുപത്രി ചരിത്രം ഇവിടെ ആവർത്തിക്കുകയാണ്. 2021 ഓപ്പൺ ഹാർട്ട് സർജറി ഇന്ത്യയിൽ ആദ്യമായിട്ട് ജനറൽ ആശുപത്രി തലത്തിൽ യാഥാർത്ഥ്യമാക്കിയ സ്ഥാപനം എറണാകുളം ജില്ലാശുപത്രിയായിരുന്നു. 2023 അവസാനത്തോടുകൂടിയാണ് നമ്മൾ കിഡ്നി മാറ്റ ശസ്ത്രക്രിയ ഒരു യാഥാർത്ഥ്യത്തിൽ എത്തിച്ചത്. അത് പൂർണ്ണമായിട്ടും 8 ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് ഫലപ്രദമായിട്ട് മുന്നോട്ട് വന്നു. ഒരു കോംപ്ലിക്കേഷൻ ഇല്ലാതെ 100% സക്സസ് റേറ്റോടുകൂടിയാണ് വൃക്കമാറ്റ ശസ്ത്രക്രിയകൾ യാഥാർത്ഥ്യമാക്കിയത്. അപ്പോൾ അതിന് തുടർച്ചയായിട്ടാണ് ആ വൃക്കമാറ്റ ശസ്ത്രക്രിയയുടെ സമയത്ത് ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് എറണാകുളം ജില്ല സന്ദർശിച്ചിരുന്നു. അവർ നമ്മളെ ഡോക്ടർമാർ, കാർഡിയോതൊറാസിക് സർജറി ഡോക്ടർമാർ ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു. അതിന് വേണ്ടിയുള്ള സജ്ജമാകാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങൾക്ക് നേതൃത്വം വഹിക്കാൻ വേണ്ടി എന്നെ ചുമതലപ്പെടുത്തിയിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് സംഭവിച്ചത്. പക്ഷേ ഇത് വഴിത്താരാൻ കുറച്ച് ദുർഘടമായിരുന്നു. പക്ഷേ എന്തായാലും അവസാനം യാഥാർത്ഥ്യത്തിലായതിൻ്റെ ഒരു ചാരിതാർത്ഥ്യമുണ്ട്. 21 ഈ ബ്ലോക്ക് ഉണ്ടാക്കുന്ന 2021 ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ഈ ബ്ലോക്കിനകത്താണ് ഈ കെട്ടിടത്തിനകത്ത് 7 നിലയുള്ള കെട്ടിടത്തിനകത്താണ് ഇതിനുള്ള കാര്യങ്ങളൊക്കെ സജ്ജമാക്കിയിരിക്കുന്നത്. 7 ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട്. കാർഡിയോതൊറാസിക് സർജറി 20ഓളം സർജറി എല്ലാ ദിവസവും എല്ലാ മാസവും നടക്കുന്നുണ്ട്. പിന്നെ ഈ 2 കാത്തലാബുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട ആശുപത്രികളൊന്നാണ് എറണാകുളം ജില്ലാശുപത്രി. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് കഴിഞ്ഞാൽ 2 കാത്തലാബുള്ള ഒരേ ഒരു സ്ഥാപനം എറണാകുളം ജില്ലാശുപത്രിയാണ്. ഹൃദയ ശസ്ത്രക്രിയകൾക്കും ഹൃദയം അനുബന്ധ പ്രൊസീജിയറുകൾക്കും ഏറ്റവും കൂടുതൽ ശക്തമായ നിലയിൽ നിൽക്കുന്ന ഒരു ആശുപത്രിയാണ് എറണാകുളം ജില്ലാശുപത്രി. അപ്പോൾ അതിൻ്റെതായ തിരക്കുണ്ട് ഇവിടെ. എമർജൻസി ആൻജിയോപ്ലാസ്റ്റി ഒക്കെ ചെയ്യുന്ന സ്ഥാപനമാണിത്. 20-22 എമർജൻസി ആൻജിയോപ്ലാസ്റ്റി ഉൾപ്പെടെ ഇവിടെ എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട്. 2 കാത്തലാബിലായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റും കാർഡിയോതൊറാസിക് ഡിപ്പാർട്ട്മെൻറ്റും വളരെ ശക്തമായ ഇതാണ്. പക്ഷേ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് സെറ്റ് ചെയ്യാൻ കഴിയില്ല, അത്രയും തിരക്കാണ്. പക്ഷേ അതിനിടയിലും നൂതനമായ ഒരുപാട് സങ്കേതങ്ങൾ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ ഡിപ്പാർട്ട്മെൻറ്റ് ശ്രമിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് യാഥാർത്ഥ്യമായിട്ട് വന്നിരിക്കുന്നത്. ഈ ടീം അവിടെ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ 10 മണിക്കാണ് റിട്രീവൽ ആക്ഷൻ തുടങ്ങാൻ പോകുന്നത്. 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നിന്നാണ് ലിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ സമയം കൊടുക്കും. നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന സമയം 1 മണിക്കൂറാണ്. റിട്രീവൽ കഴിഞ്ഞ് 1 മണിക്കൂറിന് എറണാകുളത്ത് എത്തിക്കാൻ ഉദ്ദേശം. 11:30 മണിയോടുകൂടി 12:30 മണിയോടുകൂടി എറണാകുളത്ത് അയാളത്തിലെത്തിക്കാനാണ് പരിപാടി.
ഹയാത്തിൽ നിന്ന് നമ്മൾ കൊടുത്തിരിക്കുന്ന യാത്രാ സമയം 5 തൊട്ട് 7 മിനിറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതാണ് പ്ലാനിങ്. അപ്പം നമ്മുടെ എൻട്രി 6ാമത്തെ ഗേറ്റ്, അതായത് സുഭാഷ് പാർക്കിൻ്റെ ഫ്രണ്ടിലുള്ള ഗേറ്റ് വഴിയാണ് റിട്രീവ് ചെയ്ത ഹാർട്ട് ടീം എൻട്രി ചെയ്യുന്നത്. എക്സിറ്റ് കൊടുത്തിരിക്കുന്നത് 5ാമത്തെ ഗേറ്റാണ്. പിന്നെ ബാക്കി തിയേറ്ററും പേഷ്യൻറ്റും ഒക്കെ സജ്ജമാണ്.